നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവള് നാട്ടിൽ നടന്നുണ്ടാക്കുന്ന കാര്യങ്ങളുടെ ബാക്കി തന്നെയാ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവളെ പിടിക്കാൻ വന്നു, നാളെ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ വരില്ല എന്ന് നിശ്ചയമുണ്ടോ? ഈ നാശം പിടിച്ചവള് കാരണം എന്നെങ്കിലും ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ദേവ? മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? രാധിക ഒരു അനാഥ കുട്ടി ആയതുകൊണ്ടാണോ? ഈ നാട്ടിലെന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വിചാരിച്ചോ? ഒരു പാവപ്പെട്ട പെൺകുട്ടിയോടാണോ നിന്റെ കാണത്തം കാണിക്കുന്നത്? ഹലോ, ഡയലോഗ് അടിയൊക്കെ അങ്ങ് സിനിമയിൽ മതി. മര്യാദയ്ക്ക് വണ്ടിയിൽ കയറി പോവാൻ നോക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. സിനിമയിൽ അഭിനയിക്കുന്നവര് ഈ ലോകത്ത് വേറെ ഒന്നും ചർച്ച ചെയ്തുകൂടാന്ന് നിയമമുണ്ടോ? ഞങ്ങളും മനുഷ്യര് തന്നെയാ. ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടാല് ഞങ്ങൾക്കും മനസ്സിലാവും. ഈ പെൺകുട്ടി എന്റെ അനുജത്തിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ. ഇവളെ നിങ്ങൾ തൊടില്ല. സിനിമ നടി പലതും കണ്ടിട്ട് എവിടെ നിന്ന് പോവൂ? എന്നാ പിന്നെ രണ്ടിനെ പിടിച്ച് കയറ്റിയാലോ? നിർത്തടാ. ഇരുട്ടിന്റെ കൂട്ടില്ലാതെ പകൽ വെളിച്ചത്തില് ഇങ്ങനെ ആരുടെയെങ്കിലും മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? കറിക്കത്തി കാണിച്ച് ആളെ വിരട്ടുന്ന പഴയ ഗുണ്ടകളുടെ കാലമൊക്കെ അങ്ങ് പോയി. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണിനെ തൊട്ടാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക്? എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് കാണിച്ചു തരട്ടെ ഞാൻ. പ്രിയ. അയ്യോ വേണ്ട വേണ്ട, മേഡത്തിനെ പോലുള്ളവർ വിളിച്ച വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറന്നു വരും. ആരാധകന്മാരല്ലേ എല്ലാവരും. പക്ഷെ അവരിവിടെ എത്താനുള്ള ഒരു സമയമുണ്ടല്ലോ, ഞങ്ങൾക്കത് മതി. എന്തായാലും ഇവളുമായിട്ടുള്ള ബന്ധം പറഞ്ഞ നിലയ്ക്ക് ചേച്ചി നോക്കി നിൽക്കുമ്പോ തന്നെ അനുജത്തിയെ കൊണ്ടുപോകുന്നതാ അതിന്റെ ഒരു രീതി. വിളിച്ചാൽ പോലീസുകാർ വരാൻ സമയമെടുക്കും. പക്ഷേ ഇപ്പൊ വന്നവരോട് നമുക്കൊന്ന് ചോദിക്കാം. എന്ത് പരിപാടി? ഇവര് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. അവർക്ക് ഇവളെ കൊണ്ടുപോയേ പറ്റൂന്ന്. നിങ്ങൾ എന്തു പറയുന്നു? എന്താ മാഡം വേണ്ടത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്വന്തം പെങ്ങളുടെ ദേഹത്ത് ഒരുത്തൻ കൈവച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുവോ അതാണ് ചെയ്യേണ്ടത്. വേടാ താങ്ക് യു. സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരെയുമാ നിങ്ങൾ രക്ഷിച്ചത്. മാഡം ഞങ്ങളോട് നന്ദിയൊന്നും പറയണ്ട, ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. മോളെ കരയാതെ പേടിക്കാതെ, ഞാൻ വരാം നിന്റെ കൂടെ വീട്ടിലേക്ക്. താങ്ക് യു. താങ്ക്സ്. വാ മോളെ.
പ്രഭാകരനും ആൾക്കാരും കൂടെ അമ്പലത്തിന്റെ പരിസരത്തും മറ്റും നോക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിൽ അറിയിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യാ? അതെ, നമുക്ക് കണിമംഗലത്തൊന്ന് വിളിച്ചു പറഞ്ഞാലോ? അവർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധം കാണില്ലേ? കണിമംഗലത്തുകാരെ അറിയിക്കാൻ. ഈ ഒരു കാര്യം കണിമംഗലത്തുകാരെ അറിയിച്ചാൽ അതോടെ കഴിഞ്ഞു. ബോധക്കേട് പറയരുത് യശോദേ. അന്വേഷിക്കാൻ പോയവർ തിരിച്ചു വരട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. മോളെ, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എവിടുന്നപ്പ നീ വരുന്നത്? ഇനി എന്താ വിശേഷിച്ച് ചോദിക്കാനുള്ളത്? കൂടെ വന്നിരിക്കുന്നവരെ കണ്ടില്ലേ? കുറച്ച് പ്രസിദ്ധിയുള്ളവരെ കണ്ടപ്പോ തന്തയും വേണ്ട തള്ളയും വേണ്ട. ഏത് നേരത്താണെങ്കിലും ഇറങ്ങി പോയിക്കോളൂ. രാധിക എന്റെ അടുത്തേക്ക് വന്നതല്ല. ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് റോഡിൽ വെച്ചാ ഞങ്ങൾ തമ്മിൽ കണ്ടത്. കുറെ ഗുണ്ടകള് ഈ കുട്ടിയെ ഓടിക്കുകയായിരുന്നു. സത്യത്തില് വഴി ബ്ലോക്ക് ആയതുകൊണ്ടാ ഞങ്ങൾ ആ വഴി വന്നത്. അല്ലായിരുന്നെങ്കിൽ ആരാ മോളെ അവര്? ആരാ അതിനെ ദ്രോഹിച്ചത്? അത് തെരുവിൽ വെച്ച ഒരാളെന്റെ കൈക്കറി പിടിച്ചെന്ന് പറഞ്ഞില്ലേ? അയാളും അയാളുടെ കൂട്ടുകാരുവാ. നീ എന്തിനാ വാതില് തുറന്ന് പുറത്തു പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഭാര്യയും ഭർത്താവും കൂടി എന്റെ നാവടക്കാൻ പറയും. ഇവള് നാട്ടിൽ നടന്നുണ്ടാക്കുന്ന കാര്യങ്ങളുടെ ബാക്കി തന്നെയാ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇന്ന് ഇവളെ പിടിക്കാൻ വന്നു, നാളെ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ വരില്ല എന്ന് നിശ്ചയമുണ്ടോ? ഈ നാശം പിടിച്ചവള് കാരണം എന്നെങ്കിലും ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ദേവാ? മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? രാധിക ഒരു അനാഥ കുട്ടി ആയതുകൊണ്ടാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.